അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നമുക്കിവിടെ സുലഭമായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിൽ ഇവർ സ്വന്തമായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളും സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇവർ വിൽക്കാനിടും. ആ ഒരു കാഴ്ച ആ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിൽ തൂക്കിയിട്ടേക്കുന്നത് മീറ്റാണ്, ഇവർ ഉണക്കാൻ തൂക്കിയിട്ടേക്കുന്നതാണ്. പിന്നെ ഈ മീനുകൾ ഇവരെങ്ങനെയാണ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനോടെ തന്നെയാണ് ഇവർക്ക് ഫ്രഷ്, അതാണ് ഇവരുടെ ഫ്രഷ്. അപ്പോൾ ഇവർ ജീവന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, അതുങ്ങൾക്ക് ജീവിക്കാൻ പാകത്തിന് അപ്പം ജീവൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളമുണ്ട് അവിടെ ഇട്ടേക്കുന്നത്. മീനുകളും ഇത് ഞണ്ടാണ്, വലയിൽ പൊതിഞ്ഞിട്ടിരിക്കുന്ന ഞണ്ട്. ഇത് തവളയാണ് കേട്ടോ. എനിക്ക് ക്യാമറ സൂം ചെയ്യാൻ തന്നെ പേടിയായിട്ട് ഞാൻ അത്ര സൂം ചെയ്തോളൂ. പിന്നെ ഇവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഇലകളും കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് കേട്ടോ. ഇത് ഇവർ തന്നെ അതിൻ്റെ മുന്നിലിരിക്കും വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിവിടെ മീൻ ചത്ത് കഴിഞ്ഞാൽ അത് പകുതി വിലക്കാണ് കേട്ടോ പിന്നെ വാങ്ങിക്കുക. നമുക്കതാണല്ലോ ഫ്രഷ്, ജസ്റ്റ് ചാവുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നത്. ഇവർക്ക് ജീവനോട് ഇവരെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടുത്തെ അതായത് ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ അവരെന്നാലും വെറുതെ ഇരിക്കുന്നില്ലല്ലോ, അത് ആലോചിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കുക, അവർ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക, അവർ തന്നെ വിൽക്കുക, ഒരു ജീവിതമാർഗ്ഗം കാണാമെന്നൊക്കെ പറയുമ്പോൾ ഫ്രഷ് ആയതുകൊണ്ടും വേറെ മായം ചെല്ലാത്തതുകൊണ്ടൊക്കെ ഇവിടെ വന്ന് ഒരുപാട് പേര് ഇത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്ഥിരമായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഉണ്ടാവും എന്നറിയാമല്ലോ. അപ്പോൾ വന്നിട്ട് ഒത്തിരി പേര് ഇവിടെ വാങ്ങിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലേ നടക്കാൻ. നമുക്ക് കസ്റ്റമേഴ്സിനെ നമുക്കിഷ്ടമുള്ള മീൻ ഇതുപോലെ വലയിട്ടിട്ട് ഉദ്ദേശിക്കുന്നത് പിടിച്ചെടുക്കാം കേട്ടോ. പിടിച്ചിട്ട് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം. ഇതാണ് ഒരു സിസ്റ്റം. കുറേ അറിയാത്ത സാധനങ്ങളുണ്ട്, കുറേ നമുക്ക് അറിയുന്നതുണ്ട്. മുട്ടയൊക്കെ നാടൻ മുട്ടയാണ് കേട്ടോ. കുറേയൊക്കെ അവർ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ നല്ല രസമാണ്. 1, 2, 3, 4 പേർക്കൊക്കെ തികച്ച് നടക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആട്ടോ നടുക്കിട്ടേക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പം ഇത് വന്നിട്ട് ഒരു പ്രത്യേക തരം ഞണ്ട്. പിന്നെ ആ വലയിലിരിക്കുന്നത് ആമയാണ്. എനിക്ക് തവളേനൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ നമ്മൾ തിന്നാത്തതുകൊണ്ടായിരിക്കാം. കുറേ അറിയുന്ന, ഞാൻ പറഞ്ഞില്ലേ, കുറേ അറിയാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറയട്ടാ, ഇങ്ങനൊരു എക്സ്പീരിയൻസ് കണ്ടിട്ട്. പിന്നെ വലിയ ഇഞ്ചിതാ, അത് ഞാൻ കാണിക്കാൻ പറ്റുള്ളൂ. വലിയ ഇഞ്ചി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അത്ര വലുതൊക്കെ. പിന്നെ വയസ്സല്ലാത്ത ഒരു ആളവിടെ നിൽക്കുന്നത് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ഇയാൾ മാത്രം ഇവിടെ വയസ്സല്ലാതായിട്ട് ഈ ഒരു യങ് ഏജിൽ നിൽക്കുന്നത് കാണുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. അത് പാമ്പല്ല കേട്ടോ, മീൻ തന്നെയാണ് പിടിച്ചിട്ട് കൊടുക്കുന്നത്.